ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് HRK. ഇന്ന് നമ്മൾ വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. ആദ്യത്തേത് ഏതാ? ആംപ്ലിറ്റ്യൂഡാ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കും താഴത്തേക്കും മെഷർ ചെയ്താലും നമുക്ക് എന്താ തന്നെ കിട്ടുക? ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് കിട്ടുക. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര കംപ്ലീറ്റ് സൈക്കിളുകൾ ഉണ്ട് ഒരു സെക്കൻഡിൽ എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 1 അല്ലെ, ഒരു പകുതി അല്ലെ, 1.5 സൈക്കിൾ ആണുള്ളത്. ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 7 സൈക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഫ്രീക്വൻസി എന്താവും? 7 ഹെർട്സ് ആവും. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഓക്കെ, ഇനി പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം. ഓക്കെ, ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് സൈക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരിയഡ് എന്ന് വിളിക്കുന്നത്. ഇനി വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേവ് ലെങ്ത് ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ക്രസ്റ്റ് ഓർ 2 ട്രഫ്. ഇവിടെ ഒരു ട്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ട്രഫുകളുടെ ഇടയിലോ അല്ലെങ്കിൽ 2 ക്രസ്റ്റുകളുടെ ഇടയിലോ ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇനി സ്പീഡ് ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ? വേവ് എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to f into lambda ആണ്. ഓക്കെ, അതായത് എത്ര ദൂരം ആ വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒരു യൂണിറ്റ് ടൈമില് എത്ര ദൂരം ആ വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ വേവിന്റെ പ്രൊപ്പഗേഷൻ സ്പീഡാണ് എന്ത്? സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ അല്ലേ മക്കളെ? എല്ലാം എളുപ്പമല്ലേ? സോ വീണ്ടും കൂടുതൽ വീഡിയോ ആയിട്ട് നമ്മുടെ പേജിൽ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.